സോ ഗൈസ് ഔട്ട്ഡോർ അഡ്വഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫാം പ്രോപ്പർട്ടിയിൽ ഹണ്ടിന് പോകാൻ വേണ്ടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഫാമാണ്. ആ ഫാമർ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒത്തിരി ഫെറൽ ആനിമൽസ് ഉള്ള ഫാമാണ്. ഏകദേശം ഒരു 6800 ഏക്കേഴ്സ് ഉണ്ടെന്നാണ് ഫാമിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പം നമ്മളൊന്ന് പോയി നോക്കാൻ പോവുകയാണ്. മെയിനായിട്ട് ആ ഫാമിൽ റൺ ചെയ്യുന്ന ക്യാറ്റിൽ, ഷീപ്പ്, ഹോഴ്സൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെ നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഫാം ആയതുകൊണ്ട് ഉറപ്പായിട്ടും അതിൻ്റെ ഏരിയയിൽ ഫെറൽ ആനിമൽസ് വരും. കാരണം നല്ല വെജിറ്റേഷനും വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെയാലും പോയി നോക്കാം എന്തിനെ കിട്ടുമെന്ന്. ഏതൊക്കെയാലും നമുക്ക് ഫാമിൽ വെച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ പ്രോപ്പർട്ടി എത്തിയേക്കുവാണ്. നമ്മൾ മാർക്കായിട്ട് സംസാരിച്ചു ഓൾറെഡി. അപ്പോൾ മാർക്ക് പറഞ്ഞ പ്ലാൻ ഇങ്ങനെയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മൾ പുള്ളിയുടെ വണ്ടിയെ യൂറ്റേ കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ ബൈക്കിൽ നിൽക്കും, പുള്ളി വണ്ടി ഓടിക്കും. ഏതെങ്കിലും മൃഗത്തെ കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിൽ ടാപ്പ് ചെയ്യുക, പുള്ളി അന്നേരം വണ്ടി നിർത്തും, നമുക്ക് ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് സ്ഥലം കഴിയുമ്പോൾ പുള്ളി നമ്മളെ ഇറക്കി വിടും. നമുക്ക് തന്നെ സ്റ്റാക്ക് ചെയ്ത് പോയി ഹണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ആദ്യം പുള്ളി കൊണ്ടുപോകുന്നത് നമ്മളെ ഉണ്ടല്ലോ 4000 ഏക്കേഴ്സുള്ള ഒരു ഏരിയയിലോട്ടാണെന്ന് പറഞ്ഞു. അവിടുത്തെ പുള്ളി പറഞ്ഞ ഒരു 800 ഏക്കർ ഒരു ലൈഫ് സ്റ്റോക്കും ഇല്ലാതെ ചുമ്മാ ഇട്ടേക്കുമെന്ന് പറഞ്ഞു. കാരണം അവിടെ ഫെറൽ ആനിമലിൻ്റെ ഭയങ്കര ശല്യമാണെന്നാണ് പുള്ളി പറഞ്ഞത്. അവിടുത്തെ കാരണം വെച്ചാൽ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചുറ്റിനും മൗണ്ടൻസ് ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ താഴെ വാലിയുടെ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഈ മുകളിൽ നിന്നെല്ലാം ഫെറൽ ആനിമൽ ഇറങ്ങി വന്ന് ഇതുപോലെ ഫെൻസ് പൊട്ടിക്കും. എന്നിട്ട് ഇവന്മാർ ഇതിൻ്റെ അകത്ത് കയറി ഈ ആടിൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ പശുവിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കും. അതുകൂടാതെ തന്നെ ഈ പുള്ളിയുടെ ലൈഫ് സ്റ്റോക്ക് ആണെങ്കിലും ഇത് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ പുള്ളിക്ക് $1 മില്യൺ നഷ്ടം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം അവിടെയാണ് പോയി നോക്കുന്നത്. പുള്ളി പറഞ്ഞേക്കുന്ന ഓപ്പൺ ടെറേനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആനിമലി ഒന്നും അത് അടുത്ത് കിട്ടത്തില്ല. ഏകദേശം ഒരു 500 മീറ്ററിന് മുകളിലേ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ വരുമ്പോഴത്തേക്കും എല്ലാം ഓടിപ്പോകുന്നതാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് ലോങ് റേഞ്ച് ഷൂട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എടുത്തേക്കുന്ന കാലിബർ എന്ന് പറഞ്ഞാൽ 6.5 ക്രേറ്റ്മോറും 308 വിഞ്ചസ്റ്ററുമാണ്. കാരണം 2 കാലിബർ നല്ല പവറുള്ള കാലിബറാണ്. ഒരു 500 മീറ്ററിൻ്റെ ആലെ കിട്ടിയാൽ നമുക്ക് സാധനത്ത് നമുക്ക് അടിക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞേക്കുക ഇതൊരു പെസ്റ്റ് കൺട്രോളാണ്. ഇതൊരു മീറ്റ് ഹണ്ടോ അതോ ട്രോഫി ഹണ്ടോ കാര്യങ്ങളൊന്നുമല്ല. കാരണം പുള്ളി പറഞ്ഞേക്കുന്ന ഏത് പെസ്റ്റ് കാറ്റഗറിയുള്ള ഏത് ആനിമലിനെ കണ്ടാലും അടിച്ചേക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കാണുക. കാരണം നമ്മളിത് ചെയ്തില്ല, വേറെ ആരെങ്കിലും വന്ന് ചെയ്യും, നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ആക്സസ് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പുള്ളിയെ സഹായിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഹണ്ടിലോട്ട് കിടക്കാൻ പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ഫാമൊക്കെ ഒന്ന് കയറി കാണുന്നുണ്ട്. കണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് സമയം കളയില്ല, നമ്മൾ നേരെ പോവുകയാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. നല്ല ഗോട്ടല്ലേ അപ്പോൾ ദൂരം വല നിറച്ചു പോയ 2 ടാപ്പ് കൊണ്ട് ടാപ്പ് ചെയ്യട്ടോ. അതല്ല ടാപ്പ് ചെയ്തേക്കുള്ളൂ. വീഡിയോ വെക്കാൻ പോയി ടാപ്പ് ചെയ്തേക്കുള്ളൂ. ബ്രൗൺ കളറിലാണ് അടിച്ചപ്പോൾ ഓടുക. ഏത് ജസ്റ്റ് ക്യാമറയ്ക്കകത്ത് എടുക്കാനാ?
ഏതിൻ്റെ റെഡിയാ? ഫ്രണ്ടിൽ തൊട്ട് അങ്ങേരത്ത് പോകുന്നതിലാണോ? എത്ര ഏറ്റവും പുറകിലോ? ഓട്ടമാണല്ലോ. എത്ര മീറ്റർ ഉണ്ട് ബ്രോ ഏറ്റവും ലാസ്റ്റ് പോകുന്നത്? ഓ, Yeah, nah, go in. Both get your fucking gun to him. Don't open that bomb. Did you see that one? Yeah, no, you can shoot them, no problem. Won't go far. There's the little piglets near the Yeah, tree. yeah. ആ മരത്തിൻ്റെ വീട്ടില്ല. ഓ, വലുതാ ബാക്കി പോന്നെ. നല്ല 500 മീറ്റർ മുകളിലുണ്ട്. അവൻ പോയി മറഞ്ഞു. ട്രീയുടെ പുറകെ പോകണ്ട. അത് ഒന്നും കിട്ടിയില്ല ബ്രോ, നല്ല ദൂരെ ബ്രോ. കിട്ടി ആടിനെ കിട്ടി. കറുത്തൻ്റെ അടിച്ചാ മാക്സിമം നിക്കട്ടെ വെയിറ്റേ, അടിക്കല്ലേ. ഓ, ഇതിൽ ക്യാമറയിൽ നിന്ന് പോയി. ആ കറുപ്പും ബ്ലാക്കും കൂടി ഉള്ളത് മാത്രമേ കാണാനുള്ളൂ ഇപ്പോൾ. അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ആ കറുപ്പും ബ്ലാക്കും. വരുന്നുണ്ടോ? നിക്കട്ടാ. രണ്ട് മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതാണോ? ആദ്യം ഒരു ബ്ലാക്ക്, പിന്നെ ഒരു കറുപ്പും വെള്ള, ഒരു ബ്രൗണ്. അതിൽ ആദ്യത്തെ ബ്ലാക്കിനല്ല അടിക്കാൻ പോകുന്നത്. ആ, ഏറ്റവും മുകളിൽ. ആ, ഓക്കെ. ആ, ടാർഗറ്റ് ലോക്ക്ഡ്. നല്ല ദൂരം ഉണ്ടല്ലോ. ആ, പൊട്ടിക്ക് മുകളിലോട്ടൊക്കെ അടിച്ചാൽ മതി. ഒരാട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഫീഡ് ചെയ്യാൻ പറ്റാണേ. ആ, അടിച്ചോ. വെടിയുണ്ട്. വെള്ളയുടെ ഒരു ഇങ്ങോട്ട് നോക്കിയുന്നുണ്ടോ? ഇങ്ങോട്ടല്ല, ലെഫ്റ്റ് സൈഡിലാണോ? ആ, കണ്ടു. ഒരു വെള്ള, ഒരു കറുപ്പ്, അടിയിലൊരു ബ്രൗണ്. അത് തന്നെ. അടിച്ചോ. ആ, ബ്രൗണിന്റെ അടിച്ചോ. ഓ, മിസ് ഷോട്ടാ. മുകളിലെ കൊണ്ട് അവൻ പതുക്കെ നോക്കിയില്ല. അവനെ പിടിക്കാം. അവൻ ഫോക്കസിങ് കേട്ടോ ബ്രോ. കിട്ടി അടിച്ചോണേ. എവിടെ നിൽക്കും അടിച്ചോണേ. ആ, ഇപ്പൊ അടിക്കണം. മൂവിങ്ങാ അല്ല, മൂവിങ്ങല്ലോ ബ്രോ. നല്ലത് പോക്കിക്കോ. അടിച്ചോ.
ഒരു പിടുത്തമില്ല. അടുത്തെടുത്തോ, അടിച്ചോ. അതുകൊണ്ട് കൊണ്ടിട്ടുണ്ട്. സെയിം സാധനം തന്നെ നിൽക്കുന്നുണ്ടോ? സെയിം സാധനം തന്നെ, സെയിം സാധനം തന്നെ നിൽക്കുന്നുണ്ടോ? അവന് മറഞ്ഞു. അടുത്ത ഞാൻ പിടിക്കുമോ? നല്ല ദൂരം. ഒരു ഉണക്കമരത്തിന്റെ ചോട്ടിലല്ലോ. അതിലൊരു ബ്രൗൺ ഇപ്പൊ സ്റ്റോപ്പായി, ബ്ലാക്ക് ഇപ്പൊ സ്റ്റോപ്പായി. ഒരു 2 ഇഞ്ച് കയറ്റിട്ട് ഒരു പടം നടക്കാലോ. ഏതാ ബ്രൗൺ ബ്ലാക്ക് ആണോ? മൂവിയാ. അതിന്റെ പുറകിൽ വലിയൊരു സംഭവം നോക്കിയേ. ആദ്യം പോകുന്ന ബ്രൗണോ? താഴെ 2 പോകുന്നത് അതിൽ അതാണോ? അത് മുകളിലത്തെ ബ്രൗൺ ഇല്ലേ? അതിനോട് ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. താഴത്തെ അടിക്കും ബ്രോ, ബ്ലാക്കിന്റെ അടിക്കുക. ഏറ്റവും ഫ്രണ്ട് ചെയ്ത് ബ്ലാക്ക് ഉണ്ടോ? അല്ല, അതിന്റെ പുറകിൽ ബ്രൗൺ അടിക്കുക. ബ്രൗൺ നിൽക്കുമോ? ബ്രൗൺ അടിച്ചോ. ബ്രൗൺ നിൽക്കുമോ? നോക്കി നിൽക്കുമോ? മൂവിയാണേ. ഇപ്പം മറഞ്ഞു പോവാൻ. ഓ, നല്ല മോളി നിൽക്കുമോ? ഓ, പോയി, താഴെ പോയി. അത് ഭയങ്കര ക്ലോസ് ഷോട്ട് ആയി പോയില്ലേ? പുക പറയുണ്ടോ? അതെ. കല്ലിന്റെ അടി. These fences are new one. Looks like a new. Yeah, well, you can tell most of our fences are all nice, new, and the gates all swing. When you go into a lot of the neighbours' places, you notice that you've got to pick the gate up. You've got to, yeah. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ചെറുതായിട്ടൊരു ബ്രേക്ക് എടുക്കുവാണ്. രാവിലെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു, ചെറിയതായിട്ട് മിസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കാലാവസ്ഥയായിരുന്നു. നമ്മൾ ഒരു 4 ഗോട്ടിനെയും ഒരു പിഗിനെ നമ്മൾ രാവിലെ അടിച്ചു. 2 ഷോട്ട് മിസ് ഷോട്ടായിപ്പോയി. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടനിൽ നിന്ന് അടുത്ത മൗണ്ടനിലുണ്ടായിരുന്നു. നല്ല ലോങ് റേഞ്ച് ഷൂട്ടായിരുന്നു. ഒരു 600 മീറ്ററിൻ്റെ ഒക്കെ മുകളിലായിരുന്നു എല്ലാ ഷോട്ടും എടുത്തത്. പിന്നെ നമ്മുടെ ഈ ട്രൈപ്പോഡും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ ഷോട്ടും എടുത്ത് ഫ്രീ ഹാൻഡിലായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് നോക്കിയത്. കാര്യമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. ഉള്ള വീഡിയോയ്ക്ക് അത്യാവശ്യം ഷെയ്ക്കിംഗ് ആയിരുന്നു കൈ പിടിച്ച് എടുത്തുകൊണ്ട്. പിന്നെ ഇവിടുത്തെ ഫാമർ പറഞ്ഞേക്കുന്ന മെയിൻ പ്രോബ്ലം ഇവിടുത്തെ ഈ ഫെൻസിങ് ആണ്. ഫെൻസിങ് ഹൈലി എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം 1 കിലോമീറ്റർ ഫെൻസ് ചെയ്യുന്നതിന് അതിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് തന്നെ $2500 പ്ലസ് ലേബർ ചാർജ് ആകുമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു $5000 1 കിലോമീറ്റർ ഫെൻസ് ഇടുന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് 6600 ഏക്കറുണ്ട്. എത്ര രൂപയുടെ നഷ്ടം വരുന്നുണ്ട് ഓരോ വർഷവും ഫെൻസിങ് ചെയ്യുന്നതിൻ്റെയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹണ്ടേഴ്സിനെ അലവാഡ് ചെയ്തേക്കുന്നത്, നമ്മൾ ഹണ്ട് ചെയ്യാൻ വന്നേക്കുന്നത്. നമ്മളിഞ്ഞി പോയി നോക്കുന്ന വേറൊരു സെക്ഷനാണ്, ഈ പ്രോപ്പർട്ടിയുടെ തന്നെ വേറൊരു സെക്ഷനാണ്. ഒരു 2000 ഏക്കേഴ്സോളം വരുന്നത്. അവിടെ ഒത്തിരി പന്നിയുണ്ട്, അതുപോലെ തന്നെ മാനുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ഇതുപോലെ തന്നെ നമ്മളൊരു സെറ്റ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. നമ്മൾ എന്നിട്ട് ചെറിയൊരു ക്രീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു സീസണൽ ക്രീക്കാണ്, മഴക്കാലത്ത് മാത്രം വെള്ളമുള്ള. ആ ക്രീക്ക് പിടിച്ച് നേരെ മുകളിലോട്ട് പോയാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ ഇഷ്ടംപടി ആനുവൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് നമുക്ക് ഉച്ചകഴിഞ്ഞ് പോയി നോക്കാം, എന്തെങ്കിലും കിട്ടുമല്ലോ എന്നോ നോക്കാം. അപ്പോൾ നമുക്ക് വാലിയല്ലേ ഇത്, കേക്കില്ലേ, നമുക്കിത് പിടിച്ച് നമുക്ക് പോവാം. കാരണം ഉച്ചയാണ്ട് ബെഡിങ് ടൈം ആയതുകൊണ്ട് ഇവരൊന്ന തണൽ പറ്റി കാണും ഇവിടെ കാര്യം. അപ്പം ഇതിപ്പോൾ നമ്മൾ പോകുന്നുണ്ട്, ഒന്നെങ്കിൽ എവിടെയെങ്കിലും കാണും. എന്തിനെ കിട്ടിയാലും അടിക്കുക, മാനാളിലും പന്നിയോടെ ചാമ്പു എന്നാ അടിയോടടി. കാരണം ഉണ്ടല്ലോ പുള്ളി പറഞ്ഞേക്കുന്നത് അത്ര ശല്യമൊന്നുമല്ലേ ഇതിനെക്കൊണ്ട്. പരമാവധി ഷൂട്ട് ചെയ്തോളാണ് പുള്ളി പറഞ്ഞത്. അതെ, എന്തിനെ കിട്ടിയാലും അടിച്ചോളാം.
സാരം ഒരു 1-2 അടി അത്ര വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല കണ്ടായിരുന്നു ക്രിയേറ്റർ ഗുണം നോക്കിയേ. നമ്മളെന്താ ശ്രദ്ധയായി പോയേ. കടന്ന് അറിയുന്നില്ലല്ലേ. മാനാണോ വള്ളുവറാണോ? ഡീറാണല്ലോ. ഡീറിൻ്റെ അല്ലേ? നമ്മളവിടെ കണ്ടക്കാട്ടും ഇച്ചിരി മുഴുത്തല്ലേ ഡീറ. പാടുവേ. Beauty. Down ബ്രോ. ഓക്കെയാ. ഇനിയുണ്ട് ബ്രോ, അതിന് നിറച്ചുണ്ട്. അതിൻ്റെ അകത്തുണ്ട്, വേറെ പന്നിയുണ്ട്. ആണ്ടാടെ മുന്നോട്ട് പോകും. മുക്കോണ്ട മുന്നോട്ട് പോകുന്നുണ്ടോ? ഒരു കൂട്ടുണ്ട്, എല്ലാം മുന്നോട്ട് ഓടി. നിക്ക്. അവൻ ഡൗണാ. ഒരു 10-15 ഏറ്റവും കുറഞ്ഞുണ്ട്, എല്ലാം മുന്നോട്ട് ഓടി. ഇനി കൂടെ ഓടുന്നുണ്ട് മുന്നോട്ട്. ചിലപ്പോൾ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ടേ. ഓക്കെ അല്ലേ? ചെറിയ റോങ് കാണിച്ചാൽ നമ്മൾ അവിടെ നിന്നല്ലേ ഷൂട്ട് ചെയ്തേ. നമുക്കുണ്ടല്ലോ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നതുണ്ടല്ലോ ഒരു മൂന്ന് ഓടിയാണ് അടിച്ചിട്ടായിരുന്നല്ലോ അതിന് അടിക്കായിരുന്നു. പടാന്നടിക്കായിരുന്നു. എത്ര പന്നികളാരും നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. എന്തി ബ്രോ അതെന്തി? ആദ്യത്തെ ഷോട്ട് നല്ല പെർഫെക്റ്റ് ഷോട്ടായിരുന്നു. ചെസ്റ്റ് ഷോട്ടില്ലേ ബ്രോ? ചെറിയൊരു ബോറാണ്. ചെറുതാ? ചെറിയ ബോറാ. രണ്ടാമത്തെ അടി കൊണ്ടില്ല, ഇവിടെ ഞാൻ കുത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ അതെ അത് തന്നെയല്ലേ? അല്ല അവിടെ കുത്തിക്കൊണ്ടിരുന്നത്. മോളിൽ നിന്ന് പറഞ്ഞു വേണോ? വെടി കൊണ്ടിട്ട് ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമായിരുന്നു. കുഴപ്പമില്ല, സൈസ് ഉണ്ടല്ലേ? ഓ അല്ല ബ്രോ, വെടി കൊണ്ടത് വിടുന്ന ഇതുണ്ടോ, ചോര ഉണ്ടോ? ഇവിടെ അവൻ കുത്താൻ തുടങ്ങിയുള്ളൂ അല്ലേ? എപ്പോഴും ഈ ബെറീഡ് ഉള്ളവന്മാർ വിളിക്കുന്ന അല്ലേ? നല്ല തണലുമുണ്ട്, വീടുമുണ്ടല്ലോ. ഇപ്പോൾ ഗായ്സ് നമ്മളൊരു പന്നിയെ അടിച്ചേക്കുവാണ്. നമ്മൾ കുറച്ചു നേരം നടന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് ആ പന്നിയെ സ്പോട്ട് ചെയ്ത് ഒരു പന്നി ഉണ്ടായിരുന്ന ഓർത്ത. പക്ഷേ ഇവിടെ ഈ ബെറീസിൻ്റെ അടിയിൽ നിൽക്കുമായിരുന്നു. ആദ്യത്തെ വെടി പൊട്ടിക്കുമ്പോഴത്തേക്കും ബാക്കി ഒരു 10-15 മുകളിലോട്ട് ഓടി. നമുക്ക് ബാക്കിയുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിന്ന പൊസിഷൻ ഇച്ചിരി അപ്പുറമായിരുന്നു, നല്ലൊരു ആംഗിൾ അല്ലായിരുന്നു. അതൊക്കെയാണ് നല്ലൊരു പന്നിയെ കിട്ടിയേക്കാണ്. അതൊരു ബോറാണ്, ചെറിയ യങ് സൈസുള്ള ബോറാണ്. ഏകദേശം ഒരു 100 മീറ്റർ താഴെ ഞങ്ങൾ വെടിവെച്ചു. വലിയ ദൂരമില്ലായിരുന്നു. വേഗം കണ്ടു, അന്നേരം വെടിവെച്ചു. കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാൽ ഇന്നത്തെ ഹണ്ട് വർത്തായിരുന്നു. നമുക്ക് നല്ലൊരു പന്നിയെ കിട്ടി. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ പോകും. കുറച്ചുകൂടെ നമ്മൾ പോയി നോക്കുന്നുണ്ട്. ആര്യകളുടെ ഒത്തിരി പന്നിയുള്ള സ്ഥലമാണ്. എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് നോക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതോടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.